അപ്പോൾ ഒരു 2 വീക്സായി. അപ്പോൾ ഇപ്പോഴായിട്ടുള്ള ഡെയിലി വ്ളോഗ് കാണിച്ചു തരാം. ഡെയിലി വ്ളോഗല്ല, എല്ലാ ദിവസവും എങ്ങനെയാണ് ഒരു റൂട്ടീൻ, സെയിം റൂട്ടീനാണ് ഇപ്പോഴായിട്ട് എക്സെപ്റ്റ് സൺഡേ. അപ്പോൾ ആ ഒരു സെയിം റൂട്ടീൻ എന്തൊക്കെയാണെന്ന് ഇന്ന് കാണിക്കാം. അപ്പോൾ ഞങ്ങൾ 8:30 എണീറ്റു കേട്ടോ. എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതേ പാല് കുടിച്ചു. രാവിലെ മൂഡ് ശരിയല്ല ആൾക്ക്. പാല് കുടിച്ചു. ഈ ചായ എന്തേ കുളിക്കണു, പോവാൻ റെഡി ആവണു. ഇവളൊന്ന് സെറ്റായിട്ട് വേണം ഈ ചായൻ്റെ ഫുഡൊക്കെ ഒന്ന് കെട്ടാൻ. ഞങ്ങൾക്ക് ഇന്ന് നഴ്സറിയിൽ മീറ്റ് ദ ഡോക്ടറാണ് അല്ലേ കുഞ്ഞാ? ഒരു ഡോക്ടർ വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ഡോക്ടറിനെ മീറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെക്കപ്പൊക്കെ ചെയ്ത് തെറ്റിപ്പോയി, ചെക്കപ്പൊക്കെ ചെയ്തിട്ട് അവർ നമുക്ക് റിപ്ലൈ തരും. അപ്പോൾ 11 മണിക്കാണ് ഡോക്ടർ വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് അവളെ കൊണ്ടേ ആക്കണം. സാധാരണ ഞങ്ങൾ 11 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. നഴ്സറിയിൽ അവൾ 11 മണിക്ക് പോകും, ഞാൻ ജിമ്മിന് ആ സമയത്ത് പോകും. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് 10:30 നഴ്സറിയിലാക്കണം. എണീറ്റോ. അപ്പോൾ എണീക്കട്ടെ, ബ്രഷൊക്കെ ചെയ്ത് നൈറ്റ് ഡ്രസ്സൊക്കെ മാറി വരാം. ഓക്കെ. ഇപ്പൊ രാവിലെ മുതൽ ഇന്ന് ഞങ്ങളുടെ ആളുടെ മൂഡ് ശരിയല്ല. അപ്പ അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുക. അപ്പൊ ഞാൻ എൻ്റെ വെയിറ്റ് എത്രയുണ്ടെന്ന് കാണിച്ചു തരാം. എൻ്റെ ഇതിനു മുമ്പുള്ള ബ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. രാവിലെ എണീറ്റാലുള്ള എൻ്റെ ഫസ്റ്റ് ക്യൂരിയോസിറ്റി അറിയാനുള്ളത് അതാണ്. ലാസ്റ്റ് മന്ത് ഞാൻ ഇതുള്ള ഡെയിലി ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ വെയിറ്റ് 64.76 75 ആയിരുന്നു. അപ്പോൾ ഇത് എക്സാക്ട്ലി ആഫ്റ്റർ 1 മന്ത് ആണ് കേട്ടോ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യുന്നത്. അല്ല, വെയിറ്റ് എല്ലാ ദിവസം ചെക്ക് ചെയ്യും, പക്ഷെ നിങ്ങളെ കാണിക്കുന്നത് എക്സാക്ട്ലി ആഫ്റ്റർ 1 മന്ത്. ഇതിൻ്റെ ഇടയ്ക്ക് 2 ആഴ്ച എനിക്ക് ജിമ്മിന് പോകാൻ പറ്റിയില്ല, ഓൺലി ഡയറ്റ് മാത്രമായിരുന്നു. അപ്പോൾ എൻ്റെ വെയിറ്റ് എത്രയാണെന്ന് കാണിച്ചു തരാം. 60.65 ആണ് ആഫ്റ്റർ 1 മന്ത്. അപ്പോൾ അറൗണ്ട് ഒരു 4 കിലോ, അപ്രോക്സിമേറ്റ്ലി 4 കിലോ 1 മന്തിനുള്ളിൽ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ ഡയറ്റും ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുകയോ DM ഇടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതെന്ത് പറ്റിയാന്ന് വെച്ചാൽ ഇന്നലെ മോളുടെ തല ഒന്ന് ഇടിച്ചു കൊണ്ടതാണ്. സാധാരണ പെൺകുട്ടികളാകുമ്പോൾ അടങ്ങിയിരിക്കുന്നൊക്കെ പറച്ചിലുണ്ടല്ലോ, അതൊക്കെ വെറുതെയാണ് കേട്ടോ. ഞങ്ങളുടെ ആൾ നല്ല ആക്റ്റീവാണ്. ഓക്കെ. അപ്പോൾ ഫുഡൊക്കെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കും. രാവിലെ ഇവളായിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നടക്കുന്ന പരിപാടിയല്ല. പിന്നെ ഈ ചാന തോന്നണ പോലെ ചിലപ്പോൾ രാവിലെ പോകണം, ചിലപ്പോൾ നേരത്തെ പോകണം, ചിലപ്പോൾ ലേറ്റായിട്ടായിരിക്കും പോണത്. അപ്പോൾ ഫുഡൊക്കെ പാക്ക് ചെയ്ത് ഫുഡ് കാണിച്ചു തരാം. ഓഫ് കോഴ്സ് ചോറ് വളരെ കുറച്ച് ചോറേ വയ്ക്കുള്ളൂ, കാരണം എനിക്ക് വേണ്ട, അവൾക്കും ചോറ് അത്ര താല്പര്യമില്ല. പിന്നെ അതേ ചിക്കൻ കറി, ഇതൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ, രാത്രി വെച്ചിട്ട് വേഗം കിടന്നതുകൊണ്ട്. ദെൻ ഇന്നലെ വെച്ച് ബീറ്റ്റൂട്ട് കുറച്ചുണ്ട്, അപ്പോൾ അതുകൊണ്ട് ബീറ്റ്റൂട്ട് നമ്മുടെ ആൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചായൻ്റെ ലഞ്ച്. കാട്ടായം കണ്ട ഇപ്പൊ കഴിക്കുന്ന പോലെ ജസ്റ്റ് ഒരു ബൈറ്റ്, അത് കഴിയുമ്പോഴത്തേക്കും. ഇതാണ് രാവിലത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇസ അത് അപ്പക്ക് കൊടുത്തതാണ്. ഇസ അമ്മ ബനാന തരട്ടെ? യെസ്, then give that to Appa. You want banana? You want banana? No? Why? That is for Appa. Give that to Appa. Isu. പിന്നെ പഴം വേണ്ട ഇസക്ക് അല്ലേ? So you are saying you don't want banana today, right? അപ്പൻ ഓർമ്മ എടുത്തതിന് നോക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇസപ്പക്കുള്ള റാഗി ദോശ. നഴ്സറി കൊടുത്തു വിടണം. ചിക്കൻ കുറച്ചിങ്ങനെ പിച്ചി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കണം.
പിന്നെ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചാക്കാം. അപ്പം ഇച്ചായം പറഞ്ഞു ചിക്കൻ കൊടുക്കണ്ട, ചിക്കൻ ഇവിടെ വന്നിട്ട് ചോറിൻ്റെ കൂടെ കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഹണി ഇട്ടാണ് കൊടുക്കുന്നത്. ഹണി അവൾക്ക് ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ കൊടുക്കുന്നത് നമ്മൾ ഈവനിങ് ടൈമാണ്. പിന്നെ ഇന്ന് രാവിലെ ഓൾറെഡി പഴം ഞാൻ കൊടുക്കും. അത് കാരണം ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ കുറച്ച് ഹണി ഇട്ടോട്ടെ. അത്രയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇസപ്പൊക്കെ നഴ്സറി കൊണ്ടുപോകാനുള്ളതാണ്. ഇനി ഇസപ്പേനെ ഒന്ന് കുളിപ്പിച്ച് റെഡി ആക്കണം, എന്നിട്ട് കാണിച്ചു തരാം. അപ്പൊ ജോലിക്ക് പോണല്ലേ? വൈകുന്നേരം അപ്പൊ തപ്പിച്ചിപ്പോ എന്നിട്ട് പോയിക്കോ, വേഗം ആട്ടെ. അപ്പനും മോളും മടക്കിട്ട് ശരി. നമ്മുടെ ക്രിസ്മസ് സൂപ്പറാണല്ലേ. അപ്പോൾ ഇതാണ് ഇന്ന് ജിമ്മിൻ്റെ ഔട്ട്ഫിറ്റ്. കുഞ്ഞുമണീനെ റെഡിയാക്കി. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ്. ഓക്കെ. ഇന്ന് കുറച്ച് അട്രാക്ഷൻ ആയിക്കോട്ടെ എന്ന് ഓർത്തു. കണ്ണടിച്ച് പോകുന്നുണ്ടോ നിങ്ങളുടെ? ഹലോ, എക്സ്ക്യൂസ് മീ. ഇവിടെ തണുപ്പൊക്കെ തുടങ്ങി കേട്ടോ, നല്ല തണുപ്പാണ് ഇവിടെ ഇപ്പോൾ. അപ്പോൾ അവളെ ഞാനൊരു ഫ്ലോർ ടൈപ്പ് പാൻറ്റും ബനിയനുമാണ് ഇടിയിപ്പിച്ചേക്കണേ. ഇപ്പം റെഡി ആവട്ടെ. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മളുടെ ആയുധം ലിപ്സ്റ്റിക് ഇടും, ദാറ്റ്സ് ഓൾ. പിന്നെ മുടി ഒന്ന് ചീവണം. അപ്പോൾ ഇതാണ് എൻ്റെ ആയുധം. ഓക്കെ. നമ്മളുടെ സ്മാർട്ട് വാച്ച്. ഇതിലാണ് മാക്സിമം നമ്മൾ കാലറി ബേൺ ചെയ്യുന്നതും സ്റ്റെപ്സ് ഒക്കെ കൗണ്ട് ചെയ്യുന്നതും. ഞാൻ പരമാവധി 10,000 സ്റ്റെപ്സ് നടക്കാൻ നോക്കാറുണ്ട്, പക്ഷെ പറ്റാറില്ല. 8,000 ആണ് ഇപ്പോൾ ഡെയിലി ഉള്ളത്. അത് ഞാൻ ഈ മോർണിംഗിൽ മാത്രമാണ് കേട്ടോ നോക്കുന്നത്. കുട്ടി അവളെ കൊണ്ട് ആക്കുന്നതും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതും തിരിച്ചു വരുന്നതും അവളെ വിളിക്കാൻ പോകുന്നതും ഒക്കെ ആ ഒരു കാൽക്കുലേഷനിലാണ് 8,000 വരുന്നത്. അല്ലാതെ വൈകുന്നേരം ഞങ്ങൾ പുറത്ത് നടക്കാൻ പോകുന്നുണ്ട്, അത് നോക്കാറില്ല. മേ ബി അതും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മേ ബി 10,000 ഉണ്ടാവാം സ്റ്റെപ്സ്. അല്ലാതെ ഈ മോർണിംഗിലുള്ള സംഭവം മാത്രം 8,000 സംതിങ് ആയിരിക്കും മിക്കപ്പോഴും വരാറുള്ളത്. സോ ഇന്ന് എത്ര എണ്ണം കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഷൂ റാക്ക്. 1 2 3 4 മൊത്തം 4 ജിം ഷൂ ഉണ്ട്. പക്ഷേ എനിക്കിതിട്ടില്ലെങ്കിൽ ഒരു കംഫോർട്ടില്ല. ഇതിട്ടാലേ എനിക്ക് മനസ്സമാധാനമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കോലം കണ്ടല്ലോ. ബട്ട് സ്റ്റിൽ ഐ ലവ് ദിസ് ഷൂ. ഇതൊക്കെ തുടക്കം. ഒരു മരം. അപ്പോൾ അവളെ ആക്കിയിട്ട് ഞാൻ എൻ്റെ ജിമ്മിലേക്ക് പോവാണ്. ഇന്ന് ക്ലൈമറ്റ് ഒന്ന് ഓ മൈ ഗോഡ്, ഇറ്റ്സ് വെരി കൂളിംഗ് ക്ലൈമറ്റ്.
അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ജിമ്മിൽ നിന്ന് ഇറങ്ങുവാണ്. മാക്സിമം ഞാനൊരു 1.5 മണിക്കൂർ അത്രേ വർക്കൗട്ടിന് നിൽക്കുകയുള്ളൂ. കൂടുതലും കാർഡിയോ ആണ് ചെയ്യുന്നത്, പ്ലസ് സ്ട്രെങ്ത് ഓണും ചെയ്യും. സോ ജിമ്മ് കഴിഞ്ഞ് വീട്ടിലെത്തി. സോ ഇതാണ് ഇന്നത്തെ സ്റ്റെപ്സും കാലറി ബേണും. ഓക്കേ, എൻ്റെ ജിം ഗ്ലൗസ് ഇതേ അവളെടുത്തിട്ടേക്കണം. നല്ലപോലെ പണി പറ്റിച്ചു. ഇന്ന് മഴ പെയ്തു, പിന്നെ ഒരു കണക്കിനാണ് അവള് എടുത്ത് എത്തിയത്. അപ്പോൾ സാധാരണ ഞാൻ വന്ന് എൻ്റെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഹിസേനെ പോയി വിളിക്കാറ്. പക്ഷെ ഇന്ന് മഴ ഉള്ള കാരണം മഴ എങ്ങാനും കൂടിയാൽ പിന്നെ അവളായിട്ട് മഴയത്ത് വിളിച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നേരെ അവളെ വിളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. 7 മണിക്ക് ചോറ് കൊടുക്കണം. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. ഇന്ന് നമ്മൾ കഴിക്കാൻ പോണേ ബനാന പറഞ്ഞു വിശക്കുന്നുണ്ടോ തോന്നുന്നു. അപ്പോൾ ഞങ്ങള് ചോറ് കഴിക്കാനാണ് വിചാരിച്ചത്. നമ്മൾ മറിച്ചിട്ടെ, പക്ഷേ ചോറ് ആൾക്ക് വേണ്ട. അപ്പം ഞാൻ ഓർത്തു വന്ന പഴം വാട്ടിക്കൊടുക്കാമെന്ന്. അപ്പം അതിൻ്റെ പരിപാടിയില്ല. ഓ നിക്ക്. അപ്പം ഇതൊന്ന് റെഡി ആവട്ടെ, എന്നിട്ട് ആൾക്ക് കൊടുക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. 2 ഹോൾ എഗ്ഗ്, ഞാൻ യെല്ലോയും കഴിക്കാം കേട്ടോ. പിന്നെ 1 കപ്പ് ഓഫ് ഗ്രീൻ ടീ. സോ ദിസ് ഈസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കുഞ്ഞോണി ഇങ്ങനെ കാണിക്കണമെന്നൊക്കെ ഉള്ളൂ, വെറുതെ ഇപ്പം തന്നെ എല്ലാം പിച്ച് ചീന്തി ഇടും. ഒന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ കുഞ്ഞുമണിയുടെ സ്ലീപ്പിംഗ് ടൈമാണ്. അവളെ ഉറക്കി. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചോറ് കുറച്ച് എടുക്കുള്ളൂ, പക്ഷേ ഇന്ന് ചിക്കൻ കറിയാണ്. ചിക്കൻ ഞാൻ ആവശ്യത്തിലെടുക്കും, പ്രോട്ടീൻ അല്ലേ. അപ്പോൾ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവളുടെ കൂടെ കിടക്കും. ഉറങ്ങില്ല, ജസ്റ്റ് അവളോട് കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം കിടക്കും. എന്നിട്ട് വൈകുന്നേരം എണീക്കും, അവൾക്ക് ഫുഡ് കൊടുക്കും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ചോറ്, ചിക്കൻ കറി, ഇച്ചിരി പുളിയിഞ്ചി അച്ചാർ. കുറച്ച് നേരത്തെ, എനിക്ക് തോന്നുന്നു ഹാർഡ്ലി ഒരു 1 അവർ, മാക്സിമം ഒരു 1 അവർ എന്തോ അവൾ ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങി എണീറ്റു, ചോറ് കൊടുത്തു. പുളിക്കറി കഴിച്ചില്ല, ചിക്കൻ മാത്രം കഴിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ കുറച്ച് പഴം വറുത്തത് കൊടുത്ത് നമ്മളവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആളവിടെ വെള്ളം കുടിയും സ്നാക്സ് കഴിക്കലും. അതിൻ്റെ ഇടയ്ക്ക് ലിയ ചാച്ച ഓർത്തു അവൾ അവിടെ ഇരിക്കുന്ന നേരം കൊണ്ട് നാളത്തേക്കുള്ള ഫുഡ് പ്രിപ്പറേഷൻസ് നടത്താമെന്ന്. അപ്പോൾ അച്ചിങ്ങയും ഉണ്ട്, കോളിഫ്ലവറും ഉണ്ട്. രണ്ടും ആക്കാം. അച്ചിങ്ങ മെഴുക്ക് വരട്ടാം, കോളിഫ്ലവർ മുട്ടയിട്ട് ചിക്കുന്നതാണ് 2 പേർക്കും, ഇച്ചാനും അവൾക്കും ഇഷ്ടം. പിന്നെ ചാളയുണ്ട്, വലിയ ചാള ഇച്ചാൻ ഹാർബറിൽ പോയപ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ അതും ഫ്രൈ ചെയ്യണം. അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്നത് കാണിക്കാമെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര എക്സ്പേർട്ടല്ല ഞാൻ ഈ വീഡിയോ എടുക്കലും ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടി. അപ്പോൾ ഇനി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കറിയൊക്കെ സെറ്റായി. അച്ചിങ്ങ, ചോറടപ്പത്ത്, കോളിഫ്ലവർ മുട്ട വെച്ചത്, പിന്നെ മീൻ ഉപ്പുമുളകും തേച്ച് വെച്ചു. കറികളൊക്കെ സെറ്റായി. അലക്കാനുണ്ടായിരുന്നു, അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിലിട്ടു. ഇനി അടുത്തത് ഇവിടേക്ക് നിറച്ച് അലങ്കോലമായി കിടക്കുവാണ്, നമുക്ക് അടിച്ചു വാരണം. സോ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് പണികളൊക്കെ ചെയ്തു. കുഞ്ഞോണിയുടെ പാലിൻ്റെ കുപ്പി തിളപ്പിക്കണമായിരുന്നു. അവൾക്ക് ഫ്ലാസ്കിൽ മീൻസ് വെള്ളം ഒഴിച്ച് വെക്കണം. അവൾക്ക് രാവിലെ പാല് കൊടുക്കാനുള്ളതിന് ചൂടുവെള്ളം ഒഴിച്ച് വെക്കണം. പിന്നെ ഇന്നലെ പുറത്ത് പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയായിരുന്നു. ശർക്കരപ്പൊടി, മൂങ് ദാൽ, ചില്ലി പൗഡർ, പിന്നെ ബിരിയാണി റൈസ്, ഉപ്പ് പാക്കറ്റ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇടണം. 2 പഴം, നല്ല പഴുപഴുത്ത 2 പഴമുണ്ട്. നമുക്കിത് വെച്ച്
ബനാന ഫ്രൈ ഉണ്ടാക്കാം. കാരണം വൈകുന്നേരം ഇച്ചായൻ വരുമ്പോൾ ഇച്ചായന് ഭയങ്കര വിശപ്പാണ്. അപ്പം എന്തെങ്കിലും വേണം. ഞാൻ എന്തെങ്കിലും അവൽ നനച്ചതോ അല്ലെങ്കിൽ നഗറ്റ്സോ പാസ്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ചോറ് വെന്തിട്ടില്ല. അപ്പോൾ ഒരു വിസിലും കൂടി ഒരു വിസിലല്ല, ഒരു 3 വിസിലും കൂടി വേണം. ഓക്കെ, അപ്പോൾ പാസ്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. ഇതേ ബനാനയും ബനാനയുടെ മിക്സും പ്രിപ്പയർ ചെയ്തു. എന്നാ പറ്റി? മമ്മ വരാവേ. മമ്മ ബനാന ഫ്രൈ ഉണ്ടാക്കിയിട്ട് വരാം. അവൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് എന്തോ സാധനം എടുക്കാനാണ്. ചോക്ലേറ്റ് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, ഐസ്ക്രീം ഇരിക്കുന്നുണ്ട്, അതൊക്കെ എടുക്കാനാണ് പുള്ളിക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മിക്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനൊരു തട്ടിക്കൂട്ട് മിക്സാണ്. ഇവിടെ മൈദ വാങ്ങാറില്ല, അപ്പോൾ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യണേ. ഗോതമ്പ് പൊടി, ഇച്ചിരി കോൺഫ്ലവർ പൊടിയും ഉപ്പ്, ഒരു നുള്ളു ഉപ്പ്, പഞ്ചസാര, പിന്നെ ഒരു ജസ്റ്റ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് ഞാനൊരു 5-10 മിനിറ്റ് വെച്ചു. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാണ് എൻ്റെ ബനാന ഫ്രൈ. ഓക്കെ, ഞങ്ങൾ ഗുഡ് ഗേൾ ആണ്. ഇടയ്ക്ക് പിന്നെ ഞങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദേഷ്യം വരും അല്ലേ? നമ്മുടെ പൊന്നാര ഞാനാ. ഞങ്ങൾ ക്യാമറ ഓൺ ചെയ്താൽ ഒന്നും പറയില്ല, അല്ലെങ്കിൽ വാ തോരാതെ സംസാരിക്കും. ആയുധം വെച്ചു ഞങ്ങൾ. ഓ, യു വോണ്ട് ടു ഗോ ദേർ? അങ്ങനെ പഴംപൊരി അടുപ്പത്തായി. ചോറ് വാർത്തു. ഇനി കുറച്ച് ഡ്രസ്സ് വിരിക്കാനുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ അടുക്കള വരുന്നത്. ഓ ബാബാ നമുക്ക് പോവാം. ഈ തുണി വിരിക്കാൻ വേണ്ടി പോവാണ്. നോക്കൂ, ക്ലൈമറ്റ് കണ്ടോ? ഞങ്ങളുടെ കുഞ്ഞ് ക്രിസ്മസ് ട്രീ, ഒരു കുഞ്ഞ് സ്റ്റാർ. സീരിയസ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഓണാക്കാന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ സ്ഥലം. കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് പാർക്ക്, അൽനാദ പാർക്ക്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ക്രിസ്മസ് ട്രീ. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ. അയ്യോ, ഞങ്ങൾ സ്വിച്ച് ഓൺ ആക്കിയില്ല. തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ആ എക്യുപ്മെന്റ്സ് മൊത്തം ഇച്ചായൻ്റെ സാധനങ്ങളാണ്. പഴംപൊരി ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് അതുപോലെ കുഞ്ഞുമണിക്ക് രാത്രിത്തെ കഞ്ഞി വെക്കണം. അവൾക്ക് പൊടിയരിക്കഞ്ഞിയാണ് രാത്രി കൊടുക്കുന്നത്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറുന്ന കാരണം എനിക്കിന്ന് രാത്രി ഫ്രൂട്ട്സ് ആണ്. ഇത് കുഞ്ഞിന്. ചൂട് കാലം മാറ്റി കഴിച്ചോ. ചൂടാന്ന് പറഞ്ഞേണാ. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ വിശ്രമിക്കാൻ പോവാണ്. ഞാൻ നെയിൽ പോളിഷ് അടിക്കുവാണേ. ഇപ്പോൾ 3 കളറുണ്ട്. ഓറഞ്ച്, ഒരു മെറൂൺ, അത് മാറ്റാണ്, ആൻഡ് പിങ്ക്, സിൽക്കി പിങ്ക്. അപ്പോൾ 3 കളേഴ്സാണുള്ളത്. ഇതിലേത് കളറാണ് ഞാൻ നെയിൽ പോളിഷ് അടിക്കാൻ പോകുന്നത് എന്നുള്ളതൊന്ന് ഗസ് ചെയ്യണേ. അപ്പോൾ കുഞ്ഞുമണി അവിടെ പഴംപൊരി കഴിക്കുവാണ്. വല്ലപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുള്ളൂ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇവിടെ മണി 6:30 7-8 മണിയാകുമ്പോൾ ഇച്ചായൻ വരും. പിന്നെ ചിലപ്പോൾ എവിടെയെങ്കിലും പോകും. പക്ഷെ മഴ ആയ കാരണം എവിടെയും പോകില്ല, ഇവിടെ തന്നെ ആയിരിക്കും. ഒരു 9-9:30 ആകുമ്പോൾ കുഞ്ഞുമണിക്ക് കഞ്ഞി കൊടുക്കും. പിന്നെ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലൊക്കെ പിടിച്ച് ഇടിയൊക്കെ പിടിച്ച്
കുഞ്ഞുമണിയുടെ കുറച്ച് കരച്ചിലും ബഹളവും ഒക്കെ കഴിഞ്ഞ് ഒരു 11:30 12 ഒക്കെ ആകുമ്പോൾ ഉറങ്ങും. അപ്പോൾ ഇതാണ് ഈ ഒരു 2 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന റൂട്ടീൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നത് കുറച്ച് ലെങ്തി ആണ്, ബട്ട് സ്റ്റിൽ ഒന്നും നമ്മളിങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്തതോ അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയോ ബ്ലോഗ് എടുക്കാൻ വേണ്ടിയോ ഒന്നുമല്ല. എന്താണോ ഡെയിലി എനിക്ക് നടക്കുന്നത്, എൻ്റെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആൻഡ് we will be seeing in another video. Hope soon. Tata.